സാഹചര്യം നിയമകാര്യ ലേഖകൻ ശ്രീ CN പ്രകാശ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. CN പ്രകാശ്, എന്തൊക്കെയാണ് ഗുരുതരമായ കോടതിയുടെ പരാമർശങ്ങൾ? ഇതിൽ ശക്തമായ ഭാഷയിൽ തന്നെയാണോ കോടതി ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത്? തീർച്ചയായും മന്ത്രി സജി ചെറിയാൻ നടത്തിയ പരാമർശം ഭരണഘടനയുടെ ഉണ്ടാക്കുന്ന ബഹുമാനക്കുറവുണ്ടാക്കുന്ന പരാമർശമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വളരെ നിർണായകമായ ഒരു ഉത്തരവ് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. സജി ചെറിയാൻ നടത്തിയ പരാമർശത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണം, ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ DGP ഉടൻ തന്നെ ആരംഭിക്കണം എന്നതാണ് പ്രധാനമായും ഈ ഉത്തരവിന്റെ പരാമർശം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അഭിഭാഷകനായ ബൈജു നോയൽ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ CBI അന്വേഷണമല്ല, പുനരന്വേഷണം നടത്തണം, പക്ഷേ അത് ക്രൈംബ്രാഞ്ച് നടത്തണം എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഉത്തരവ് വ്യക്തമാക്കുന്നത്. ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയാന്റെ പ്രസ്താവന എന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. ഭരണഘടനയെ അപമാനിക്കാനുള്ള ഉദ്ദേശമില്ലെന്ന വാദം സർക്കാരിന്റെയും DGPയുടെയും വാദം തള്ളിക്കളയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കുന്നതല്ല. മജിസ്ട്രേറ്റ് തീരുമാനമെടുത്തത് സാക്ഷിമൊഴികൾ പരിഗണിക്കാതെയാണ്. ദൃശ്യങ്ങളിലൂടെ സജി ചെറിയാന്റെ പ്രസ്താവന വ്യക്തമാണെന്നും കോടതി നിരീക്ഷണമുണ്ട്. അന്വേഷണത്തിന് DGPക്ക് ഉടൻ തന്നെ അന്വേഷണം നടത്താൻ DGPക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചപോലെ തന്നെ ഈ സജി ചെറിയാന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണമായിരുന്നു ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഈ ഉത്തരവിലൂടെ ഹൈക്കോടതി മുന്നോട്ട് വച്ചിട്ടുള്ളത്. അഭിഭാഷകനായ ബൈജു M നോയലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത്. കേസ് ഡയറിയും പ്രസംഗത്തിന്റെ വിശദമായ രൂപവും പരിശോധിച്ച ശേഷമാണ് സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞിരിക്കുന്നത്. ഡിജിറ്റൽ തെളിവുകളടക്കം പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു വിധി ഉണ്ടായിട്ടുള്ളത്. സജി ചെറിയാന്റെ പരാമർശത്തിൽ പ്രഥമദൃഷ്ട അവഹേളനം ഉണ്ടായിരുന്നു എന്ന് വാദമധ്യേ തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണം പുറത്തുവരികയും ചെയ്തിരുന്നു. ഭരണസ്വാധീനം ഉപയോഗിച്ച് സജി ചെറിയാൻ കേസ് അട്ടിമറിച്ചു എന്നാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആരോപണം. ഈ സാഹചര്യത്തിലാണ് ഹർജിക്കാരൻ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത്. ജനാധിപത്യം, മതേതരത്വം, കുന്തം കുടച്ചക്രം എന്നെല്ലാം എഴുതിവെച്ചു എന്ന് അടക്കമുള്ള പരാമർശമാണ് സജി ചെറിയാന്റെ വിവാദമാവുകയും ചെയ്തത്. ഇവിടെ നമുക്കറിയാം, ഹർജിക്കാരന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാദമെന്ന് പറയുന്നത് ഈ ഭരണസ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ മന്ത്രി ശ്രമിച്ചു എന്നുള്ളതാണ്. അതിനേതാണ്ട് സമാനമായി തന്നെ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണല്ലോ കോടതി ഒരു ഫൈൻഡിങ്ങിൽ എത്തിയിരിക്കുന്നത്. പോലീസ് അന്വേഷണത്തിൽ അട്ടിമറി ഉണ്ടായി, അല്ലെങ്കിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമായില്ല എന്ന് പറയുമ്പോൾ ആ സ്വാധീനം അവിടെ സ്പഷ്ടമാണല്ലോ. അപ്പോൾ ഈ മന്ത്രിയായി ഇനി ഇദ്ദേഹത്തിന് തുടരാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ അത്തരം എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടാകുന്നുണ്ടോ കോടതിയുടെ ഭാഗത്തുനിന്ന്? പോലീസ് അന്വേഷണത്തിലെയും മജിസ്ട്രേറ്റിന്റെ അതുമായി ബന്ധപ്പെട്ട തീരുമാനത്തെയുമാണ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത്. പോലീസ് അന്വേഷണത്തിന്റെ കണ്ടെത്തലുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. തുടർന്ന് വീണ്ടും പോലീസിന്റെ തന്നെ മറ്റൊരു ഏജൻസിയായ ക്രൈംബ്രാഞ്ച് ഈ വിഷയത്തിൽ അന്വേഷിക്കണം എന്നാണ് കോടതി ഉത്തരവിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം. ഭരണസ്വാധീനം അടക്കം ഉപയോഗിച്ച് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നത് ഹർജിക്കാരന്റെ ആരോപണമാണ്. ഈ കേസിലെ പ്രധാനമായും ഹർജിക്കാരൻ ഉന്നയിച്ച ഒരു ആരോപണമാണ്. അതുകൊണ്ട് CBI തലത്തിൽ അന്വേഷണം നടത്തണം എന്നതായിരുന്നു. സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ സാധ്യമല്ലാത്ത തരത്തിൽ CBI അന്വേഷണം നടത്തണമെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരന്വേഷണമാകാം എന്ന് ഹൈക്കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നത്. ഏതായാലും പോലീസിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയാണ് കോടതി. അവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. CBI അന്വേഷണം എന്നുള്ള ആവശ്യം തള്ളിയെങ്കിൽ പോലും അന്വേഷണത്തിൽ അട്ടിമറിയുണ്ടായി എന്ന കാര്യത്തിൽ ഹൈക്കോടതി അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കുന്നതല്ല. മജിസ്ട്രേറ്റ് തീരുമാനമെടുത്തത് സാക്ഷിമൊഴികൾ പരിഗണിക്കാതെ. ദൃശ്യങ്ങളിലൂടെ സജി ചെറിയാന്റെ പ്രസ്താവന വ്യക്തമാണ് എന്ന് പറയുന്നു. ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയാന്റെ പ്രസ്താവന എന്ന് പറയുമ്പോൾ വളരെ ഗൗരവതരമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ കേസ് പോകുന്നു എന്നതും പ്രധാനമാണ്. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും റദ്ദായിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന തലത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, ഒരു തവണ ഇതിന്റെ പേരിൽ, ഈ പരാമർശത്തിന്റെ പേരിൽ, ധാർമ്മികതയുടെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെച്ച ആളാണ് സജി ചെറിയാൻ. പിന്നീട് പോലീസ് റിപ്പോർട്ട് അനുകൂലമായപ്പോൾ അതിന്റെ ആനുകൂല്യത്തിൽ തിരിച്ച് മന്ത്രിയായ ആൾ കൂടിയാണ് സജി ചെറിയാൻ. അതേ കേസിൽ തന്നെ ഇതാ ഇപ്പോൾ വീണ്ടും തിരിച്ചടി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് പ്രധാനം. മന്ത്രി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ അക്കാര്യത്തിൽ മന്ത്രിയുടെ നിലപാട് എന്താണ് എന്ന കാര്യവും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഒരു രാജി ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തയ്യാറാകുമോ, പാർട്ടിയും ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ നിലപാടെടുക്കുമോ എന്ന കാര്യമോ കാത്തിരുന്ന് കാണണം. ഏതായാലും കോടതിയുടെ ഭാഗത്തു നിന്നാണ് വളരെ ഗൗരവതരമായ ഒരു പരാമർശം
ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ വിഷയത്തിൽ വിധി പറഞ്ഞത്. അഭിഭാഷകനായ ബൈജു എം നോയലായിരുന്നു ഇതിൽ ഹർജിക്കാരൻ. അദ്ദേഹത്തിന്റെ വാദഗതികൾ ഇങ്ങനെയായിരുന്നു: ഭരണ സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിച്ചു കേസ് എന്നുള്ളതായിരുന്നു, അന്വേഷണം അട്ടിമറിച്ചു എന്നുള്ളതായിരുന്നു ഒന്ന്. മറ്റൊന്ന്, ഈ ഭരണഘടനാ വിരുദ്ധമാണ് ഈ പരാമർശങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശമായി മാറിയിരുന്നു. അങ്ങനെ കൃത്യമായി തന്നെ കുന്തവും കുടച്ചക്രവും എന്ന് എന്തിന് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തി എന്ന ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട് കോടതി എന്നതുകൂടി ചേർത്ത് വായിക്കണം. അങ്ങനെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഈ കേസ് പോവുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മന്ത്രിസ്ഥാനത്ത് അദ്ദേഹം തുടരുമോ എന്നതാണ് ഇനിയും കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും നമുക്കറിയാം 2022 മല്ലപ്പള്ളിയിൽ നടത്തിയ ഒരു പ്രസംഗമാണ് ഇതിന് ആധാരമായത്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗമെന്ന് അന്ന് കോടതിക്ക് മുന്നിലേക്ക് എത്തുകയായിരുന്നു ഈ വിഷയം. അന്ന് ഇത് ആദ്യഘട്ടത്തിലൊക്കെ ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കാതെ മന്ത്രിസ്ഥാനത്ത് അദ്ദേഹം തുടർന്നിരുന്നു. തുടർന്ന് ചില പരാമർശങ്ങൾ വരുന്നു, ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ സമയത്താണ് മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത്. സാക്ഷികളായ മാധ്യമപ്രവർത്തകരുടെ മൊഴി എടുക്കണം എന്നുള്ള തരത്തിൽ ചില കാര്യങ്ങൾ അന്ന് പങ്കുവച്ചിരുന്നു. അത് ധൃതി പിടിച്ചാണ് പോലീസ് പൂർത്തീകരിച്ചതെന്ന് കോടതി പറയുന്നുണ്ട്. കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ, കാലതാമസമില്ലാതെ അന്വേഷണം പൂർത്തിയാക്കണമെന്നും കോടതി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ മന്ത്രിസ്ഥാനം തുടരുമോ അതോ അതിനു മുൻപ് ഈ കോടതിയുടെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ രാജിയുണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെയാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത് എന്നുള്ളതാണ്. പോലീസിന് അതിരൂക്ഷമായ വിമർശനം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ